99% പള്ളിയിലും ആമീൻ പറയുള്ളൂ, പ്രാർത്ഥിക്കല്ലോ. ആലോചിച്ചോക്കി, നമസ്കരിച്ച് കഴിഞ്ഞു, ഉസ്താദ് പ്രാർത്ഥിക്കുന്നു, ആമീൻ പറയും. ഞാൻ ഒരു പള്ളി കയറി നമസ്കരിച്ച് കഴിഞ്ഞ സുഹൃത്തിനോട് നിങ്ങൾ ഇപ്പൊ എന്താ അള്ളാഹോട് ചോദിച്ചത്? നിങ്ങൾ ദ്വാരണം? ഞാൻ ദ്വാരണല്ലോ. ഇല്ലല്ലോ. ആമീൻ പറഞ്ഞാലേ നിങ്ങൾ ദ്വാരന്നില്ല. അയാൾ പറഞ്ഞ ആമീൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞോ? ഇല്ല. എപ്പോഴും പറയല്ലോ? ഇല്ല. നോക്കി, 5 നേരം പള്ളിയിൽ പോണ ഒരു മുസ്ലിമിന് അവർക്ക് ആവശ്യമുള്ള കാര്യം പടച്ചവനോട് ചോദിക്കാനുള്ള അവസരം കേരളത്തിലെ 90% പള്ളിയും ഇല്ല. ആരോ പറഞ്ഞ ആമീൻ പറയാം. നോക്കി, നിന്റെ ആവശ്യം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാഫത്തക്കൻ. ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു വഹാബി ആശയക്കാരനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് കേരളത്തിലെ 99% വരുന്ന പള്ളിയിലും നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമാം ദുആ ചെയ്യും, ആമീൻ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് പടച്ചറബിനോട് നേരിട്ട് പറയാനുള്ള ഒരു അവസരമില്ല, അല്ലെങ്കിൽ പറയാറില്ല എന്ന അർത്ഥത്തിലാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പരിഹസിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്നിട്ട് പടച്ചനോട് പറഞ്ഞില്ലേ? ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവതരിപ്പിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വ്യക്തിക്ക്, സംസാരിക്കുന്ന ഈ വഹാബി ആശയക്കാരനിക്ക് ആമീൻ എന്നതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇമാമ് നമുക്ക് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിക്റും സലാത്തൊക്കെ കഴിഞ്ഞ് ഹംദും സലാത്തും ഒക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്യും. ആ ദുആയുടെ തുടക്കം ഞാൻ പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് നീണ്ട നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ആഖിറത്തെക്കുറിച്ചും ദുനിയവിയായ മറ്റു ഒരുപാട് വിഷയങ്ങൾ, രോഗത്തെക്കുറിച്ചും അങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യാറുണ്ട്. ആ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, അല്ലാതെ ഇമാമ് അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, എന്റെ പാപം പൊറുക്കണമേ എന്നല്ല പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവർ ആമീൻ പറയണതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ ജമ്മാക്കി ഞങ്ങൾ ദുആ ചെയ്യണം പടച്ചറബിനോട് കരം ഉയർത്തിയിട്ട്. അവിടെ മനോഹരമായിട്ട് ആമീൻ എന്ന് പറയുമ്പോൾ ബിമാന, ആമീൻ ബിമാന ഇസ്തജിബ് ദുആന, ഈ ദുആക്ക് പടച്ചറപ്പെ നീ ഉത്തരം നൽകണമേ എന്ന് പറഞ്ഞിട്ട് ആ മനോഹരമായ ആ ഒരു രംഗം, അതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. ആമീന്റെ അർത്ഥം അറിയാതെ നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പാവപ്പെട്ട സാധുക്കളായ മനുഷ്യരെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് വേറെ പണിക്കെങ്കിലും പോയിക്കൂടെ? ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടു, ബദറിന്റെ ശുഹാദാക്കളെ സ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മൗലവി അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഗൾഫിലേക്ക് നോക്കൂ, ഗൾഫിൽ നിന്നാണ് ദീൻ അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ എന്നെ കുറെ ആളുകൾ ചീത്ത വിളിച്ചിട്ടോ. എനിക്ക് പറയാനുള്ളത് അതിലെ മഹാന്മാരായ പൂർവികരായ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു അവരെ പിൻപറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ ഇവരോട് പറയുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ ഗൾഫിലേക്ക് നോക്കാൻ, ഞാൻ പറയുന്നത് ഇതാ ഇങ്ങോട്ട് നോക്കൂ. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 എല്ലാ പള്ളികളിലും കുനൂത്ത്, അവിടെ ഇമാം ഇങ്ങനെ കരം ഉയർത്തി എത്രയോ മനോഹരമായ വാക്കുകളെ കൊണ്ട് ഒരുപാട് വിങ്ങിപ്പൊട്ടുന്ന രീതിയിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായിട്ട് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന രംഗം ഈ വീഡിയോസിലൊക്കെ ഒന്നും കാണില്ല. അപ്പൊ ഈ ആമീന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. വെറുതെ ഇങ്ങനെ ആമീൻ, അപ്പൊ അതിന് അർത്ഥമൊന്നുമില്ല. ഇമാമിന് വേണ്ടിയിട്ടല്ലേ ദുആ ചെയ്യണേ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ അവതരിപ്പിക്കണ്. ഇമാമിനും കൂടെ നിൽക്കുന്ന പിന്നിലുള്ള സഫായിട്ട് നിൽക്കുന്ന മൗമികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. അതാണ് ജമ്മാക്കിയിട്ട് ദുആ ചെയ്യുന്നത്, അല്ലാതെ അവനവനക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ഇതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പബ്ലിക്കിൽ വന്നിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ വേറൊരു വ്യക്തി ഇപ്പം വന്നിരിക്കുന്നു, തറാവിയിൽ, അതായത് റമദാനിൽ മാത്രമല്ല തറാവിഹ് മറ്റ് സമയങ്ങളിലും തറാവീഹ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിരുന്നോ? ഏതെങ്കിലും ഉസ്താദ് അല്ലെ ഏതെങ്കിലും അവസ്ഥയിൽ നിങ്ങൾ പഠിച്ചതോ അല്ലെ ഏതെങ്കിലും അറിവ് നിങ്ങൾക്ക് കിട്ടിക്കണോ? അപ്പൊ ഇവർ പുതിയ ഗവേഷണങ്ങൾ നടത്തണം. എന്താണെന്ന് അറിയോ? ഇപ്പോൾ ഇവർ സ്വയം, ഇവർക്ക് കുറച്ച് ഖുർആനോ അല്ലെങ്കിൽ മറ്റുള്ള വായിക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഗവേഷണം നടത്തണം. അതിൽ അവർക്ക് തോന്നിയത് അങ്ങോട്ട് പറയും. മനസ്സിലാക്കണം നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഇവർ 8ഉം 10ഉം ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുന്നത്. സാധാരണ ഒരു വിഷയത്തിൽ മാത്രമല്ല, അപ്പം പല വിഷയങ്ങളിലും ഇവര് തൗഹീദിന്റെയും യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിൽ പോലും ഇവർ അടിപിടി കൂടുന്നു. ജിന്നി ഗ്രൂപ്പ്, മടവൂര് ഗ്രൂപ്പ്, ഔദ്യോഗിക ഗ്രൂപ്പ്, വിസ്റ്റം ഗ്രൂപ്പ്, ഞാൻ പറഞ്ഞില്ല നീണ്ട നിരയാണ്. ഇത് വെറുതെ തമാശക്ക് ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം മാത്രമല്ല, ഇവർ ഖുർആനും ഹദീസും വെച്ചിട്ടാണ് അങ്ങോട്ടും കൂടെ വമ്പം പോര് നടക്കുന്നത്. മനസ്സിലായി? ഇവരുടെ സംസാരം കേട്ട് ആരും വഴി തെറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തറാവിഹ് റമദാനിൽ മാത്രമല്ല മറ്റുള്ള സമയത്തുണ്ട് എന്ന് വാദിക്കുന്ന ആ വ്യക്തിയുടെ വീഡിയോയും അതിന് മറുപടി കൊടുക്കുന്ന, അതിന് എന്താണ് പിൻബലമുണ്ടോ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതനായിട്ടുള്ള ഉസ്താദും ചോദിക്കുന്ന മറുപടി കൊടുക്കുന്നതും കാണാം. കൊണ്ടുവരികയാണ്, മാക്കാന യസീദു ഫി റമളാൻ വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. 2012 ഹദീസാണ്. അദ്ദേഹം പറയാണ് റമളാനിലോ അല്ലാത്ത മാസത്തിലോ. അപ്പൊ റമളാനിലും തറാവീഹ് ഉണ്ട്, അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി. അതിൽ നിന്ന് തന്നെ കിട്ടി. ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി, റമളാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട്, റമളാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട്. അത് നിങ്ങളെ വിശദീകരണം. മാകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. 11നേക്കാൾ കൂട്ടാറില്ല. എപ്പോ? റമളാനിലോ അല്ലാത്തപ്പോയോ. റമളാനിലോ അല്ലാത്തപ്പോയോ. അപ്പൊ റമളാൻ അല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ടോ എന്നുള്ള ചോദ്യം വരും. ഈ ചോദ്യം ഇവർക്ക്
കൊല്ലിക്ക് കൊള്ളുന്നതാണ്. അതുകൊണ്ട് അതിന് പരിഹാരം എന്താ? ചെരുപ്പിനനുസരിച്ച് കാലിജത്തിന് ഒരു നിലക്കും ലോകത്തിന് കേട്ടുകേൾവില്ലാത്ത മനുഷ്യർ ഭൂലോകത്ത് നെട്ടിത്തെരിക്കുന്ന ആശയോട് പറയുന്നത്. തറാവീഹുൽ ബുഖാരിക്ക് വ്യക്തമായ വിശദീകരണം എഴുതിയ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഫഹമലഹു വസ്ഹാബുനാ അലൽ വിത്രി, നമ്മുടെ അസ്ഹാബ് ആ ഹദീസിനെ വിത്രിന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഈ വിശദീകരണല്ലേ മൗലവി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ വിശദീകരണത്തിന് എവിടെ പ്രമാണം? ഞാനതാ ചോദിക്കേണ്ടി വരുന്നത്. നിങ്ങൾ തറാവീഹ് നമസ്കാരം റമദാൻ അല്ലാത്തപ്പോൾ ഉണ്ട് എന്നുള്ള പച്ചയായ കള്ളമാണ് പറഞ്ഞത്. അതിനെവിടെ പ്രമാണം? നിങ്ങൾ ഹാജരാക്കിയേ പറ്റുള്ളൂ. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തെ കുറിച്ചല്ല ഹദീസിൽ പരാമർശം എന്നുള്ളത് എന്റെ വകയല്ല ഞാൻ പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരിയെ വിശദീകരിച്ച ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമാണ് ഞാൻ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. തറാവീഹ് നമസ്കാരം റമദാൻ അല്ലാത്തപ്പോൾ നാട്ടുകാർ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഈ സാധാരണക്കാരായ നാട്ടുകാരോട് നിങ്ങൾ പറഞ്ഞു നോക്കി. നിങ്ങൾ എന്താ ഒരു കാറ്റ്? ഞാൻ ഒന്നും പറയുന്നില്ല, ഞാനൊരു വിമർശനവും പരിഹാസവും നിങ്ങൾ നടത്തുന്നില്ല. ഈ നാട്ടുകാർക്കിടയിലേക്ക് സാധാരണക്കാർക്കിടയിലേക്ക് ഒന്ന് ഇറങ്ങി നിങ്ങളൊന്ന് പറഞ്ഞാൽ റമദാൻ അല്ലാത്തപ്പോൾ തറാവീഹ് നിങ്ങൾ എന്താ അവർ ഏത് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാം? അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ ഈ കിതാബോധി മഹാന്മാരായ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്നുള്ളത് ഇമാമുകളെ പിൻപറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വയം ഗവേഷണം നടത്തി എനിക്കിഷ്ടമുള്ളത് അങ്ങോട്ട് പറയാം എന്ന് പറയല്ല. ഈച്ചയുടെ വിഷയമൊക്കെ ഉണ്ടല്ലോ, ഈച്ച തൗഹീദ്, ഇങ്ങനെ നീണ്ട നിരയാണ് ഇവരുടേത്. എന്നിട്ട് അതിനെ പിൻപറ്റാൻ കുറെ ആളുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോളൂ, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചീത്ത വിളിച്ചോളൂ. അപ്പൊ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലൂടെ നിങ്ങൾ വരൂ. പടച്ചവൻ കാക്കട്ടെ.